പാർവതി, എൻ്റെ പേര് ലക്ഷ്മി. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ പാരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. BSc ബോട്ടണി പരീക്ഷയിൽ ഞങ്ങൾക്ക് 5th റാങ്കും ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു. ഇപ്പം MSc ബോട്ടണി ഞങ്ങൾ BSc ചെയ്തത് SM കോളേജ് കൊല്ലത്താണ്. അത് കഴിഞ്ഞിട്ട് MSc ബോട്ടണി ചെയ്തത് SM കോളേജ്. ബോട്ടണി റിസൾട്ട് വന്നപ്പം എനിക്ക് ഫസ്റ്റ് റാങ്കും പാർവതിക്ക് സെക്കൻഡ് റാങ്കുമാണ് വന്നത്. അപ്പോൾ എങ്ങനെയാ, ഒരുമിച്ചായിരുന്നോ പണ്ട് പോലെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു? ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോയതെല്ലാം അഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 +2 പഠിച്ചത്. നേരെ SM കോളേജിൽ വന്നു ഡിഗ്രിയും MScയും SM കോളേജിലാണ് പഠിച്ചത്. വീട്ടിലാരൊക്കെയുള്ള? അമ്മ, അച്ഛൻ, അമ്മാമ്മ, ഒരു അനിയത്തിയുണ്ട്, ഒരു ചേട്ടനുണ്ട്. നിങ്ങൾ 4 മക്കളാണ്. ഇങ്ങനെ ഈ ഫസ്റ്റും സെക്കൻഡും നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ എന്താ പറഞ്ഞേ? അച്ഛനും അമ്മയ്ക്കും നല്ല ഹാപ്പിയാണ്. ആദ്യമേ നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നോ? അധികം അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ല. അല്ലായിരുന്നു? ഇപ്പം +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് പഠിച്ചു തുടങ്ങിയത്. +2ന് ശേഷം പിന്നെ അങ്ങോട്ട് പഠിക്കുമായിരുന്നു. റാങ്ക് പറഞ്ഞ പോലെ BScക്ക് റാങ്ക് ആയിരുന്നോ? BScക്ക് റാങ്ക് ഫസ്റ്റ് റാങ്കും 5th റാങ്കും ആയിരുന്നു. 5th ആയിരുന്നു. ഫസ്റ്റ് ആർക്കായിരുന്നു? ഫസ്റ്റ് ലക്ഷ്മിക്ക്. 5th എനിക്ക് പാർവതി. ഇപ്പോൾ അത് ഫസ്റ്റും സെക്കൻഡും ആയി. അതെ. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്ലാൻ? ഇപ്പോൾ ഞങ്ങൾ ഹാഷിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിൽ നെറ്റ് കോച്ചിങ്ങിന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് PhD ചെയ്യണമെന്നാണ് ആഗ്രഹം. PhD അതും ഒരുമിച്ച് തന്നെയായിരിക്കും ചെയ്യുന്നത്? അങ്ങനെയാണ് ആഗ്രഹം. അടിപൊളി. അപ്പം ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നോ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ഇങ്ങനെ റാങ്കൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക്? അവരുടെ സ്നേഹം തന്നെയാണ്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലല്ലേ? ഇപ്പോൾ മക്കൾക്ക് 2 പേർക്കും ഫസ്റ്റും സെക്കൻഡും റാങ്കാണ്. ഭാഗ്യം ചെയ്തൊരു അച്ഛനും അമ്മയാണ്. ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എന്താ തോന്നിയത്? വളരെ സന്തോഷം. ഇതിന് നമുക്കൊരു ഈ റാങ്ക് കിട്ടാൻ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. റാങ്ക് ഉണ്ടോ എന്നൊരു സംശയം. 2 സെം കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം റാങ്ക് കിട്ടിയപ്പോഴായിരുന്നു, അതായത് MSc ഡിഗ്രിക്ക് BScക്ക് റാങ്ക് കിട്ടിയപ്പോഴാണ് ഒരു ഭയങ്കര സന്തോഷം വന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ അവരതിൽ നിന്ന് താഴോട്ട് വന്നില്ല, അവരതിൽ നിന്ന് മുകളിലോട്ട് തന്നെ കയറി. 4 മക്കളും പഠിക്കുക ഇതുപോലെയാണോ? 4 മക്കൾ. മോന് ഇപ്പം ഫോറൻസിക് ഡിഗ്രി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രിമിനോളജി PG ചെയ്യുന്നത്, അത് മധ്യപ്രദേശിലാണ്. അപ്പോൾ പഠിക്കും, കുഴപ്പമില്ല, ഒരു മീഡിയം. പിന്നെ ഇളയ മോളുണ്ട്, അവൾ LLB ഫസ്റ്റ് ഇയർ കൊല്ലം കോളേജിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തിൽ ആട്ടോ ഓടിക്കും. അമ്മ ഹൗസ് വൈഫാണോ? അമ്മ ഹൗസ് വൈഫ് തന്നെ, വീട്ടിൽ തന്നെ ജോലിയൊന്നുമില്ല. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു മക്കളെ പറ്റിയിട്ട്? മക്കളെല്ലാം നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ്. പഠിപ്പിക്കാറുണ്ടായിരുന്നോ അതോ ആദ്യമേ മക്കളല്ലാതെ ഒറ്റയ്ക്ക് പഠിച്ചതാണോ? മീൻസ് വീട്ടിൽ കുഞ്ഞു ക്ലാസ്സിലെ വീട്ടിലാണ് ട്യൂഷൻ ഞാനും എൻ്റെ അമ്മയുമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ട്യൂഷനൊന്നും അധികം പോയിട്ടില്ല. പിന്നെ 10ാം ക്ലാസ് +1 +2 ഒക്കെ ആയപ്പോഴാണ് ട്യൂഷന് പോയത്. ഒരു വീട്ടിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് പഠിക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് ട്വിൻസായി. ഇപ്പം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ട്വിൻസായെന്ന് ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ ആ സെക്കൻഡിന് അടുത്ത ആൾക്ക് അസുഖം വരിക. അപ്പം അങ്ങനെ ഒരു രോഗമാണോ ഈ റാങ്ക് പഠിക്കുന്നത്? അത് തന്നെ. ഇവർക്ക് കൊച്ചിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ചിലർക്ക് അസുഖം വന്നാൽ അടുത്ത ആൾക്ക് ഉടനെ അസുഖം വരും. റാങ്ക് വന്നപ്പോഴും അങ്ങനെ തന്നെ മാറ്റമൊന്നുമില്ല. ഇനി തുടർന്നുള്ള കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? കല്യാണം ഇരട്ട ആമ്പിളരെ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ജോലിയുള്ള, നമ്മളെ സാധാരണ ഒരു ചെറിയ കുടുംബമാണ്. അത് നമുക്ക് ഒത്തു നിൽക്കുന്ന പയ്യന്മാർ ആദ്യം തന്നെ. ഇപ്പോഴേ അവരെ കെട്ടിച്ചൊന്നും വേണ്ട, അവർ പഠിക്കട്ടെ. ഇല്ല, അത്രയേ ഉള്ളൂ. ജോലി കിട്ടിയിട്ടേ ഉള്ളൂ.